നമ്മുടെ നാട്ടിൽ രായാവ് രായാവ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ഞാൻ പുള്ളീനെ അങ്ങനെ വിളിക്കില്ല. നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രിനെ എന്തിനാണ് രാജാവ് രാജാവ് എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കണം? അതിൻ്റെ ഒരു കാര്യമില്ല സത്യത്തിലാട്ടാ. അപ്പം പുള്ളി ഇന്നും പുള്ളിയല്ല, നമ്മുടെ മുഖ്യമന്ത്രി ഇന്നും മുഖാമുഖം എന്ന് പറയുന്നൊരു പരിപാടിക്ക് വേണ്ടി പോയിട്ട് അവിടുത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവതാരിക പറഞ്ഞു നല്ല വാക്കുകൾക്ക് നന്ദി എന്ന് പറഞ്ഞപ്പോഴത്തേനും അവിടെ ചൂടായി. എന്തിനാണ് അങ്ങനെ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നത്? നല്ല വാക്കല്ല എന്ന് അറിയാലോ, പിന്നെ നന്ദി പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ മുഖ്യമന്ത്രിനെ ആക്കുന്ന പോലെ തോന്നി. അപ്പോൾ മുഖ്യമന്ത്രി ചൂടായി. നിങ്ങളങ്ങനെ ആവശ്യമില്ലാത്ത കമൻ്റ് ഒന്നും വേണ്ട, അടുത്ത ആളെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവതാരിക നാറി. അത് അവതാരികേൻ്റെ കുറ്റമാണ്. കഴിഞ്ഞ ദിവസം എവിടെയോ പോയപ്പം മുഖ്യമന്ത്രീനെ പൊക്കി പറഞ്ഞില്ലെന്ന് പറഞ്ഞ് എന്തോ ചീത്ത പറഞ്ഞു. ഇതിപ്പോൾ പൊക്കി പറഞ്ഞപ്പോഴും ചീത്ത പറഞ്ഞു. എന്ത് കഷ്ടമല്ലേ? മുഖ്യമന്ത്രിക്ക് ഒന്നിനും പറ്റൂല. എന്ത് ചെയ്യാനാണ്? മുഖ്യമന്ത്രിക്ക് പറ്റില്ലെങ്കിൽ വീട്ടിൽ പോയിരുന്നാൽ പോരെ എന്ന് കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയും ചോദിക്കില്ലേ? എന്തിനാണ്? മുഖ്യമന്ത്രിൻ്റെ തെറ്റല്ല. ഇതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതും അവരെ വിജയിപ്പിച്ചതുമായ ആൾക്കാരുടെ കുറ്റ. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. മുഖാമുഖം പരിപാടിയിൽ അവതാരകയോട് നീരസം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി. വളരെ നല്ല പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന് അവതാരക പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി നീരസം പ്രകടിപ്പിച്ചത്. അമ്മാതിരി കമന്റ് വേണ്ടെന്നും അടുത്തയാളെ വിളിച്ചോ എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സാർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമൻറ്റ് വേണ്ട കേട്ടോ. നിങ്ങളാളെ വിളിച്ചിട്ട് നിങ്ങളാളെ വിളിച്ചാൽ മതി. ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർകളെ ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിലേക്കായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വാർത്തയിലെ വിവരങ്ങളുമായി ബിദിൻ അംദാസ് ചേരുകയാണ്. ബിദിൻ, വിമർശിച്ചപ്പോൾ ഷിബു ചക്രവർത്തിക്ക് ശകാരമായിരുന്നു മുഖാമുഖത്തിൽ. ഇപ്പോൾ ഒന്ന് പ്രശംസിച്ചപ്പോൾ അവതാരകയോട് ശകാരമാണ്. വിമർശിച്ചാലും പ്രശംസിച്ചാലും കുറ്റമാണ്. അവതാരകയ്ക്ക് വല്ല കാര്യമുണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു പോവുകയാണ്. അനൂപ്, മുഖാമുഖം പരിപാടിയിൽ തുടർച്ചയായി ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ ഇന്ന് നിയമസഭാ ശങ്കരനാരായണ തമ്പി ഹാളിൽ നടന്ന മുഖാമുഖം പരിപാടിയിലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടുള്ളത്. കാരണം മുസ്ലിം ന്യൂനപക്ഷങ്ങളുമായി ആയിട്ടുള്ള മുഖാമുഖം പരിപാടിയാണ് രാവിലെ മുതൽ ശങ്കരനാരായണ തമ്പി ഹാളിൽ നടന്നിട്ടുള്ളത്. ഏകദേശം 1 മണിക്കൂറോളം മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു. ഈ സംസാരത്തിന് ശേഷമാണ് അവതാരികയായിട്ടുള്ള ആൾ വളരെ മികച്ച പ്രസംഗത്തിന് നന്ദി എന്നറിയിച്ചുകൊണ്ട് സംസാരിച്ചത്. അതിന് ഈ രീതിയിൽ അവതാരിക പറഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ അതിവേഗത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനപരമായ രീതിയിൽ ഒരു നീരസം പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. നിങ്ങൾ ആളെ വിളിക്കുന്നെങ്കിൽ ആളെ വിളിച്ചോളൂ, ഇമാതിരി കമന്റ് ഒന്നും വേണ്ട എന്ന തരത്തിലേക്ക് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. റവന്യൂ മന്ത്രി കെ രാജനെ സംസാരിക്കാൻ വിളിക്കുന്നതിന് തൊട്ട് മുമ്പായാണ് അവതാരിക ഈ രീതിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ പ്രശംസിച്ചത്. ഏതായാലും പ്രശംസ അവതാരികയ്ക്ക് വലിയ പണിയായിരിക്കുകയാണ്. ഇതേ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ശകാരം ഏറ്റുവാങ്ങിക്കൊണ്ട് പരിപാടി ഇപ്പോൾ തുടരുകയും ചെയ്യുന്നു. അനു, അപ്പോൾ അവതാരിക എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് നന്ദി, ഇനി അടുത്തതായി വിളിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേന് മുഖ്യമന്ത്രി പറഞ്ഞു അത്തരത്തിലുള്ള കമൻ്റൊന്നും വേണ്ട. എന്തിനാണ് അത്തരത്തിലുള്ള കമൻ്റൊന്നും വേണ്ടെന്ന് പറഞ്ഞു? മുഖ്യമന്ത്രി നല്ല ചൂടായിട്ടാണ് കേട്ടോ പറഞ്ഞത്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇനി പറയും ഞാനന്ന് തമാശയായിട്ട് പറഞ്ഞതാ എന്നൊക്കെ പറയും. പക്ഷേ ആ വീഡിയോ ആണെന്നവർക്കറിയാം തമാശയായിട്ട് പറഞ്ഞതൊന്നുമല്ല. നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിനെ പൊക്കി പറഞ്ഞില്ലെങ്കിലും പ്രശ്നം, പൊക്കി പറഞ്ഞാലും പ്രശ്നം. ഇനിയിപ്പോൾ അത് നല്ല പ്രസംഗമല്ല എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിക്കാണും ചിലപ്പോൾ സ്വന്തമായിട്ട്. ഞാൻ പറഞ്ഞത് അത്ര പോരായിരുന്നു, അപ്പം അവതാരിക നല്ലതാന്ന് പറഞ്ഞപ്പോൾ എന്നെ ആക്കിയതാണോ എന്നൊരു സംശയം വന്നിട്ട് മിക്കവാറും പറഞ്ഞായിരിക്കും. അല്ലെങ്കിൽ എവിടെ ചെന്നാലും ഈ മൈക്കിനെതിരെയും അവിടുത്തെ അവതാരകർക്കെതിരെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് പോകുന്നതെന്ന് അറിയത്തില്ല. ആ വീഡിയോയുടെ കമൻറ്റുകൾ കാണുമ്പം ഇത് ഇടയ്ക്കൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം. നാട്ടിലെ അവസ്ഥ എങ്ങനെയാണ്, നാട്ടുകാരെങ്ങനെയാണ് ഇതിനെയൊക്കെ വിലയിരുത്തുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കണം. ഒന്നിനും വയ്യ. എന്താണ് നമ്മൾ പൊക്കി പറയുന്ന കേൾക്കാനും വയ്യ, ഒരാൾ എന്തെങ്കിലും ഒരു ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാനും വയ്യ. ഒന്നിനും വയ്യെങ്കിൽ വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന ഇതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ഇതൊക്കെ അതിൻ്റെ കമൻറ്റുകൾ വരുന്നതാണ്. നമ്മൾ ആ കമൻറ്റുകൾ കണ്ടപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുക മുഖ്യമന്ത്രിക്ക്. മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിന് ബഹുമാനം കൊടുക്കുക. ആ വ്യക്തിക്ക് ബഹുമാനം കൊടുത്തില്ലെങ്കിലും ആ സ്ഥാനം ഇനിയിപ്പോൾ എത്ര ആളും കൂടി ഉണ്ടാവുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. 2 വട്ടം ജയിപ്പിച്ച് വിട്ടപ്പം ആരും ഓർത്തില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന്? 2 വട്ടം കയറ്റി വിട്ടാൽ കുറച്ച് അഹങ്കാരമൊക്കെ കൂടും. അഹങ്കരിക്കാം. 2 വട്ടം പോയതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരം ഉണ്ടാവും. അതിനകത്തൊന്നും നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമില്ല.
എന്തായാലും അവതാരികയ്ക്ക് കിട്ടാനുള്ളത് കിട്ടി. പക്ഷെ അവതാരിക ഒട്ടും ഒട്ടും അവിടെ തളർന്നു പോകാതെ നല്ല രീതിയിൽ തന്നെ വീണ്ടും അവതാരികയുടെ കർമ്മം നിർവഹിച്ചു. പക്ഷെ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് എന്തിനാണ് അത്തരത്തിലുള്ള കമൻ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത വാർത്താ സമ്മേളനത്തിൽ നമുക്കറിയാൻ പറ്റുമായിരിക്കും എന്താണ് കാരണം. ചിലപ്പോൾ പറയാൻ പറ്റില്ല. അടുത്ത വാർത്താ സമ്മേളനമൊക്കെ ഇനി എന്ന് വിളിക്കുമെന്ന് ആർക്കും അറിയാം. ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ശമ്പളം കിട്ടുന്നില്ല. 50,000 രൂപയെ കൂടുതൽ ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാൻ പറ്റുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി. ഇതൊന്നും ആരും അറിയുന്നില്ല. നമ്മുടെ ഭരിക്കുന്നവരൊന്നും അറിയുന്നില്ല. മന്ത്രിമാർക്ക് കിട്ടേണ്ട പെൻഷനും പൈസയൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ട്. സർക്കാർ ജോലിക്കാർക്കുള്ളതില്ല, പെൻഷനില്ല, ശമ്പളമില്ല, പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട പെൻഷനില്ല, ഒരു സാധനവുമില്ല. ഇതൊക്കെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ മന്ത്രിമാരായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ അവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുക. അവരുടെ വിചാരം കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും അവരെ തോളിലേറ്റിക്കൊണ്ട് നടക്കുക എന്നാണ്. അങ്ങനെ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്ന കുറച്ച് പേരുണ്ട്.